അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം അവിടെ നടന്ന് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപ കിട്ടുമെന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ സാധനമൊക്കെ കൊടുത്ത് പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണ് വില വന്നേക്കണേ ഞാൻ പറഞ്ഞുതരാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ആക്രി വ്ളോഗാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും കുറച്ച് പഴയ സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് നമ്മൾ എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ ചുറ്റും റൗണ്ട് അടിച്ച് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഒന്നും കിട്ടാണ്ടിരിക്കില്ല. പിന്നെ കുറച്ച് കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്കെടുക്കാം. പിന്നെ നമുക്ക് റോഡ് സൈഡിൽ എന്തെങ്കിലുമൊക്കെ കാണാണ്ടിരിക്കില്ല, കുപ്പിയും അതും ഇതൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതും എടുക്കാം. അപ്പോൾ പരിസരവും ക്ലീനാവും, നമുക്ക് ഒരു ഉപകാരം കൂടിയാവും. ഗൈസ്, അപ്പോൾ ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ കാണുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് എടുത്തിടാം. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ കടയുടെ സൈഡിലായിട്ട് ഇവിടെയൊക്കെ 2 കുപ്പി കിടപ്പുണ്ട്. ഇത് നമുക്ക് ഇവിടെ വെച്ചേക്കാം, വന്നിട്ട് എടുക്കാം. അധികം ശ്രദ്ധിക്കാത്ത സ്ഥലത്തൊക്കെ കുറേ കുപ്പി സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എടുത്തേക്കാം. കവറും എല്ലാം എടുത്തേക്കാം. അപ്പോൾ അവിടെ ക്ലീനായും കൂടി ചെയ്യും. വീടിൻ്റെ ഈ ഭാഗത്തൊന്നും അധികം ചവറും പ്ലാസ്റ്റിക്കൊന്നും ഇല്ല. ഇപ്പോൾ വീടിൻ്റെ പുറകിലോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ കുറേ കപ്പും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ആവശ്യമുള്ള അടപ്പാണ്. ഇത് ചെറിയ അടപ്പ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് തൈയിൻ്റെയൊക്കെ ചെറിയ തൈയൊക്കെ വന്ന സാധനവും. ഇത് എടുക്കാം, ഇതെടുക്കാം. ഇത് നല്ല സാധനം, തൽക്കാലം ഇരിക്കട്ടെ. നമുക്കിവിടെ പിന്നെ ഇവിടെ കുറച്ച് കുപ്പിയൊക്കെ കിടപ്പുണ്ട്. ബക്കറ്റിങ് എടുത്തിട്ട് വരാം. ഗൈസ്, വീടിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങിയപ്പോൾ തന്നെ നമുക്കത് ഇത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുമുണ്ട്. ഇങ്ങനെ പോയാൽ കൂടെ കാശ് ഉണ്ടാക്കും. പക്ഷേ പ്ലാസ്റ്റിക്കിനൊന്നും അധികം വിലയൊന്നുമില്ല. കിലോത്തിന് ഭയങ്കര റേറ്റ് കുറവാണ്. അത്രയും നമുക്ക് ഓർമ്മയില്ല. ഇരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സമ്പാദിക്കാം. ഇനി വീടിന് പുറത്ത് കടയുടെ ഇപ്പുറത്ത് പോയി നോക്കാം. ഇവിടെയൊക്കെ ഇതാണ് റോഡ്. ഇവിടെയൊക്കെ ഇതേ കിടക്കുന്നു, കണ്ടോ? ഇവിടെയൊക്കെ കുറേ കിടപ്പുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഗൈസ്, ഞാൻ നമ്മളെ തൊഴുത്തിൻ്റെ അവിടെ പഴയ ഒരു സാധനം കിട്ടുമെന്ന് നോക്കാൻ പോയപ്പോൾ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട, കൊമ്പ്, പശുവിൻ്റെ കൊമ്പ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ 2 പശുക്കൾ തമ്മിലിങ്ങനെ ഇടി പിടിച്ചപ്പോൾ കൊമ്പ് കോർത്തപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൊമ്പ് ഊരിപ്പോകുന്നതാണ് കണ്ടത്. അത് കുറവാണ് എൻ്റെ ചെറുപ്പത്തിൽ. എനിക്ക് ഓർമ്മ ഉണ്ടെന്നാലും ഒന്നല്ല, നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുത്, ഇത് വലുത്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറയാനായിട്ട് ഇത്രയും സാധനമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നുള്ളത് കാർഡ്ബോർഡ് കുറച്ചുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ പാക്കറ്റ് പിന്നെ സാധനങ്ങളില്ലേ, ചന്ദനത്തിരി അതേപോലെ സാധനങ്ങളുടെയൊക്കെ കുറച്ചുണ്ട്. പിന്നെ ഒരു കൊട, പിന്നെ 2 സീലിങ്ങിൻ്റെ പീസുണ്ട്, ഒരു അലുമിനിയം ഉണ്ട്. ഇതാണ് ഇരുമ്പുള്ളത്. ഒരു ഷീറ്റും പിന്നെ ടീപ്പോയി ഞാൻ ഒടിച്ചു ഉണക്കെടുത്താണ്. ഒടിച്ചു ഉണക്കെടുത്ത വടനിക്കറിയാം. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഉണ്ടല്ലോ മൊത്തം സാധനം, കുറേ ഷീറ്റും കുറേ ഇരുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമ്മളൊരു പെട്ടി കൊണ്ട് വിളിച്ച് കൊണ്ടേ കൊടുത്തായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3000 രൂപ അടുപ്പിച്ച് കിട്ടി നമുക്ക്. അതിന് മുമ്പാണ് അത് കഴിഞ്ഞിട്ടാണ് അറിയാൻ പറ്റില്ല കൊടുത്തപ്പോൾ. പിന്നെ അത് 2000 രൂപ അടുപ്പിച്ചും കിട്ടിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അന്നേരം ഒരു 500 രൂപ താഴെയൊക്കെ കിട്ടും. ഇടയിൽ സാധനം കൊണ്ടുപോകുന്ന കാർഡ്ബോർഡ് അത്, അപ്പോൾ അത് കുറേ ഉണ്ടാവും. അപ്പോൾ അതും പിന്നെ എന്തായാലും കടയിൽ വെള്ളം കുടിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇവിടേക്ക് ഇട്ടിട്ട് പോകും. അപ്പോൾ അങ്ങനെയും കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ എടുത്തിട്ട് പോകും, എന്നിട്ട് കൊണ്ട് വിൽക്കും. എന്നിട്ട് ഞാൻ കാശുണ്ടാക്കും. അങ്ങനെ അതിൻ്റെ വരുമാനം എന്ന് പറയണത്. ഗൈസ്, അപ്പോൾ നമ്മൾ കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാറിന് കൊണ്ടേ കൊടുക്കാം. അപ്പോൾ ഇതങ്ങോട്ട് സീറ്റ് മറിച്ചിടാം. 2 കൈ വേണം. സീറ്റ് മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറമെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ചെറിയ പഴയ സാരിയ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഇല്ല മൊത്തം അലമ്പാവും. എന്നിട്ട് അത് മൊത്തം ഇങ്ങോട്ട് കയറ്റാം.
ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ അതേ പുറയിൽ കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തുള്ള ഒരു കടയിൽ കണ്ടത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പ് ഒരു ചേട്ടൻ കൂടെ ഉണ്ട്. പുള്ളിയുടെ സാധനം എടുത്തിട്ട് വേണം നമ്മുടെ സാധനം എടുക്കാനായിട്ട്. അതായത് നിങ്ങളൊന്ന് ഗസ് ചെയ്യ്, ഏകദേശം എത്ര രൂപ അടുത്ത് വരുമെന്ന്. നമ്മളെല്ലാം സെപ്പറേറ്റ് ആക്കിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അതായത് പ്ലാസ്റ്റിക്, ഇരുമ്പ് അങ്ങനെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലും പോരാം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം അവിടെ അടന്ന് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപ കിട്ടുമെന്ന്. വെറുതെ അവിടെ കൂടി കണ്ണോടിച്ചപ്പോഴാണ് ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഞാൻ കണ്ടത്. കണ്ടിട്ട് കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്കാണെന്ന് പരിഗണിക്കാം. അല്ല ഓടമ്പളിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ കൊടുത്ത് പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വില വന്നേക്കണേ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാർഡ് ബോർഡിന് 12 രൂപയാണ് കിലോ. നമ്മുടെ 11,300 ഉണ്ടായിരുന്നു. അപ്പോൾ 136 രൂപ കിട്ടി. അതേപോലെ പ്ലാസ്റ്റിക് 10 രൂപ, അപ്പോൾ 3 കിലോ ഉണ്ടായിരുന്നു. പിന്നെന്താ തകിട് 20 രൂപ, 700 ഗ്രാമുണ്ട്. ഇരുമ്പിന് 29 രൂപ, 5,400 ഉണ്ട്. അപ്പോൾ 157 രൂപ. സ്റ്റീലൊരു 250, 45 രൂപയാണ് കിലോ സ്റ്റീലിന്. അപ്പോൾ അവിടെ 11 രൂപ. അപ്പോൾ ടോട്ടൽ 348ആണ്. അപ്പോൾ റൗണ്ട് ചെയ്ത് 350 കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ഇനി അടുത്തത് എന്താണ് അടിപൊളിയായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റായിട്ട് ഇടുക. അടുത്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ ടാങ്ക് ക്ലീൻ ആക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ അതിനകത്ത് മീൻ മേടിച്ചിരുന്ന വീഡിയോ ആയിരിക്കും മിക്കവാറും അടുത്തായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.